രേണുക, നമ്മുടെ നാട്ടിൽ വീണ്ടും ഈ സദാചാര ബോധം അല്ലെങ്കിൽ സദാചാര പോലീസിങ് എന്നൊക്കെ ആ വാക്കുകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ പിണറായിയിൽ ഒരു റസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ സദാചാര പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതായത് സദാചാര പോലീസിങ്ങിൻ്റെ ഭാഗമായി SDPI പ്രവർത്തകരാണിത് ചെയ്തത്. അതിൽ മനംതൊന്താണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പും വന്നിട്ടുള്ളത്. സത്യത്തിൽ ആരുടെ പക്ഷത്താണ് രേണു? ഞാൻ ആ മരണപ്പെട്ടവരുടെ പക്ഷത്താണ്. കാരണം നമുക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അല്ല ഇനി നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് പുറത്തുള്ളവർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് വളരാനുള്ളത് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പം പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാണും പെണ്ണും ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ ചിലർ ചോദിക്കും, എന്താണ് ഇവിടെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ അത് തെറ്റാണെന്നാണോ? അത് തെറ്റല്ല, ചോദിക്കാം. ജസ്റ്റ് എന്താണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാം. പക്ഷെ ഇത് ഈ സദാചാരക്കാരെന്ന് പറയുന്നത് ചോദ്യം. ഇവര് ചിലപ്പോ മറുപടി പറയാൻ അനുവദിക്കില്ല. ചിലപ്പോ അമ്മയും മകനാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഏട്ടനും അനിയത്തിയാകാം. ഇതെന്താണ്, ഇവരാരാണെന്ന് എന്താണെന്ന് ഒന്നും അറിയാതെ അങ്ങ് നമ്മള് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു എന്റെ ബ്രദറിന്റെ കൂടെ ന്യൂ ഇയറിന്റെ അന്ന്. അപ്പൊ ഇതുപോലെ എല്ലാരും ചോദിക്കുന്നത് അതെ, എല്ലാരും ചോദിക്കുന്നത് എന്താ വെച്ചാ നിങ്ങൾ കപ്പിൾസ് ആണോ, അല്ലെങ്കിൽ അതായത് നമ്മളിപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോയത്. അപ്പൊ ഒരുപാട് ആളുകള് അവിടുന്ന് നമ്മളൊപ്പം ഡാൻസ് ചെയ്യാന് അല്ലെങ്കിൽ അതുപോലെ പാട്ട് വെച്ചപ്പോ ഒരുമിച്ചിരുന്നവര്, ഞാൻ അങ്ങനെ പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരാളാണ്. നിങ്ങളെ അതേ ഏജിലുള്ള ആളുകളാണ്? കുറച്ചൊക്കെ ഏജിലുള്ളവരും പിന്നെ മുതിർന്നവരും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാവരോടും മിങ്കിളാവുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം പോകുമ്പോ അതും ഞാനും ബ്രദറും ആണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചു, ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരോടൊരു കണക്ഷൻ ആവും. അപ്പൊ ഇവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ കപ്പിൾസ് ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം. അപ്പൊ അതിലവിടെ പ്രസക്തി ഇല്ല. കാരണം ഫ്രണ്ട്സ് ആവാം, ഇനിയിപ്പോ ചേച്ചിയോ ഏട്ടനോ ആവാം, അല്ലെങ്കിൽ അനിയത്തിയോ ഏട്ടനോ ആവാം. അപ്പൊ പെട്ടെന്ന് ആളുകൾ ഈ ചിന്തിക്കുന്നത് എന്താണ്, ഒരാണ് പെണ്ണ് അവർ ഒരുമിച്ച് നിന്നാല് അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയും പോയാ, ബൈക്കിൽ പോയാലൊക്കെ ആളുകൾ ഇങ്ങനെ ചൂഴ്ന്ന് നോക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ പറയുന്നത്. തീർച്ചയായും നേരത്തെ രേണു പറഞ്ഞ പോലെ ഇപ്പൊ അമ്മയും മകനും ആണെങ്കിൽ പോലും ചിലപ്പോ അമ്മയ്ക്ക് വളരെ പ്രായം കുറവായിരിക്കും അല്ലേ? ചില അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ പ്രായം കുറവ് തോന്നും. അതെ, അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ മകൻ ചിലപ്പോ ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആ ഏജിലാണെങ്കിൽ അതുപോലും തെറ്റിദ്ധരിക്കപ്പെടും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ചിലപ്പോ ഹൈറ്റും വെയിറ്റും ഒക്കെ വെക്കുക, വലിയ മക്കളായിട്ടല്ലേ തോന്നാം. അപ്പൊ അമ്മയും മോനും പോയാൽ പോലും ആളുകൾ അങ്ങനത്തെ ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചീത്ത രീതിയിലൂടെ കാണുന്നവരാണ്. പക്ഷെ മറ്റൊരു പ്രശ്നം കൂടി ഇല്ലേ രേണുക, ഈ ഭർത്താക്കന്മാർക്ക് പുറത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് കാലം കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരാണും പെണ്ണ് ഇരുന്ന് സംസാരിക്കുമ്പോഴേ സംശയിക്കും. ഞാൻ പറയട്ടെ, ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ ചെയ്ത് വിചാരിച്ചിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ മുദ്ര കുത്താൻ പറ്റില്ല. ഇപ്പത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പത്തെ ജനറേഷൻ അല്ല, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. ഒരാൾ എന്തേലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ പോലും കാറ്റഗറൈസ് ചെയ്യപ്പെടുക അങ്ങനെയാണ്. ചേച്ചി എന്തേലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ താഴെ വളരുന്നവരെല്ലാരും അങ്ങനെ ആവും എന്നുള്ള രീതിക്കാണ് ഉപദേശങ്ങൾ കൊടുക്കുക, അല്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. എല്ലാരും മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്യരുത്. ഓരോ വ്യക്തിയുടെയും ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിന്റെ ക്യാരക്ടറാണ് അങ്ങനെയായി മാറുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ, ഇപ്പം പാവം ആ ഒരു യുവതി ആത്മഹത്യ ചെയ്തു, എന്തുകൊണ്ട് നല്ല ബോൾഡായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല? ചിലപ്പോ ഞാൻ ആ സ്ത്രീനെ മാത്രം പറയുകയാണെങ്കിൽ അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു. ആ സ്ത്രീ എന്നല്ല, ഒരു കോമൺ ആയിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് സ്ത്രീക്ക് ഇപ്പം 3 പേര് വന്ന് വന്നവരിൽ ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ അവരുടെ ബന്ധു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയല്ലാതെ 3 ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അവിടെ സ്ത്രീക്ക് ഒരു എന്താ പറയാ, ബോൾഡ് ആയിട്ട് പറയാൻ സാധിക്കും. പക്ഷെ എല്ലാ സ്ത്രീകളും ബോൾഡ് ആവണമെന്നില്ല. എനിക്കും പല ടൈമിലും ഞാന് ഭയങ്കര ബോൾഡാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞാലും പെട്ടെന്ന് കണ്ണുനീര് വരുന്ന ഒരാളാണ്. ചിരിയും കരച്ചിലും ഒരുപോലെയാണ്.
എന്തെങ്കിലും ചിരിക്കേണ്ട സംഭവം വന്നാൽ ഒരുപാട് ചിരിച്ചോണ്ടിരിക്കും, വിഷമം വന്നാൽ പെട്ടെന്ന് കരയും. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞ പോലെ വളർന്നു വന്ന സാഹചര്യമാവും. ചെറുപ്പം മുതലേ അച്ഛൻ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരങ്ങളുടെ അടുത്തൊക്കെ വഴക്ക് കേട്ട് ഒന്ന് പുറത്തിറങ്ങിയാലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതുപോലെ സംസാരിച്ചാലൊക്കെ വഴക്ക് കേട്ട് വളർന്ന ഒരു കുടുംബത്തിലെ ആളാവാം. അപ്പൊ ഇതുപോലെ പെട്ടെന്ന് നാട്ടുകാർ വരുന്നു, കൂടുന്നു, ഇതൊരു ചർച്ചാ വിഷയമാവാണ്. അപ്പൊ പെട്ടെന്ന് നിന്നെ അവിടെ കണ്ടെന്ന് ഒരു ചെക്കന്റെ കൂടെ കണ്ടു, അങ്ങനെയൊക്കെ ഇഷ്യൂ ആവുമ്പോ നമ്മള് ടെൻഷൻ, നമ്മൾ പറയുന്നത് കേൾക്കാൻ വീട്ടുകാർ തയ്യാറാവണമെന്നില്ല. കാരണം മറ്റൊന്ന് ഈ എന്താ പറയാ, ഇത് ഈ അടുത്ത് ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ അസൂയാണോ ഇതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട? അതായത് ഇപ്പം ഒരാൾ കരുതാണ് എനിക്ക് പെൺ സൗഹൃദങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മറ്റവനും അത് വേണ്ട, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പം അങ്ങനെയുള്ളവരും ഉണ്ടാവും. കാരണം മേ ബി ചിലപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരുണ്ടാവും, കാമുകി ഉള്ളവരുണ്ടാവും. അപ്പൊ ഒരാള് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഓ അവന് ഒരുപാട് ലേഡി അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് അങ്ങനെ. പിന്നെ മറ്റൊന്ന്, ഈ ഭർത്താക്കന്മാരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ഭാര്യമാരെ സമൂഹം എന്തോ ഒരു അവരെ അത്ര അല്ലെ വെടിപ്പല്ല എന്നൊക്കെ പറയുന്ന ടീമുണ്ട്. അങ്ങനെയും ചില പ്രശ്നങ്ങൾ അല്ലെ അനുഭവിക്കൂല. അതും അങ്ങനെയും അതാ ഞാൻ പറഞ്ഞ, ഒരു വട്ടം ഉണ്ടായ കാര്യങ്ങളിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു വട്ടം ഉണ്ടായി ഒരു സ്ത്രീയെ വെച്ചാണ് അടുത്ത സ്ത്രീ എല്ലാരും കാറ്റഗറി. ചിലപ്പോ ഹസ്ബൻഡ് ഗൾഫിലുള്ള ഒരു സ്ത്രീ വേറെ ആരെങ്കിലും കൂടെ പോയേക്കാം. ഈ പോകുന്ന എല്ലാ സ്ത്രീകളെയും നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം നമ്മളൊരു പാർട്ട്ണർ എന്നുള്ള രീതിക്ക് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യല്ല അവിഹിതത്തെ. കാരണം അഡ്ജസ്റ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ പറയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന്. പക്ഷെ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു 20 അല്ലെങ്കിൽ 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി എത്ര കാലം ഒരാളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും? അപ്പൊ ഈ അഡ്ജസ്റ്റിന്റെ കൂടെ അണ്ടർസ്റ്റാൻഡിങ് കൂടെ ഉണ്ടെങ്കിലല്ലേ ആ ഒരു ബന്ധം നല്ലപോലെ മുന്നോട്ട് പോകുള്ളൂ. അത് ഒരു സൈഡിൽ നിന്ന് മാത്രം പോരാ, രണ്ട് സൈഡിൽ നിന്ന് എന്ത് വേണം? അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, അഡ്ജസ്റ്റ്മെന്റും വേണം. ഇതില്ലാതെ വരുമ്പോഴായിരിക്കും മേ ബി അങ്ങനെ ഒരാളെ കിട്ടുമ്പം ഇങ്ങനെ. എനിക്ക് രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ കൂടി. അതായത് ഈ പെണ്ണും തമ്മിലാണോ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലാണോ, അല്ലെങ്കിൽ ആണും തമ്മിലാണോ, എങ്ങനെയാണ് കൂടുതൽ മനസ്സിലായത്? അങ്ങനെ കാറ്റഗറൈസ് തോന്നി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല? ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചില പെൺകുട്ടികളൊക്കെ അവർക്ക് അവരുടെ പെൺ സുഹൃത്തുക്കൾ, അതായത് അവരുടെ കൂടെ അല്ല പാര പണിയുന്ന പുറത്തു പോകുമ്പോഴേ കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്, കംഫർട്ട് ആവുന്നത് ആൺ സുഹൃത്തുക്കൾ അവരൊപ്പമാണ്. അതാ ഞാൻ പറഞ്ഞ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കളും ഉണ്ട്, പെൺ സുഹൃത്തുക്കളും ഉണ്ട്. എല്ലാവരുടെ കൂടെയും പുറത്തു പോകാനും എൻജോയ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോ ഒരു വട്ടം ഒരു ട്രോമ ഉണ്ടായവരുണ്ടാവും. കാരണം നമ്മൾ അത്രയും വിശ്വസ്തയോടെ ഒരു പെൺസുഹൃത്തിനോട് ഒരു കാര്യം പറഞ്ഞ് മേ ബി അത് അവര് മറ്റൊരാളോട് ഷെയർ ചെയ്തു പോകും. അപ്പൊ അങ്ങനെ ചിലവർക്ക് പെൺസുഹൃത്തുക്കളെക്കാളും ഇഷ്ടം ആൺ സുഹൃത്തുക്കളോടായിരിക്കും. എന്തായാലും ആ ഒരു വിഷയം നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. എന്തായാലും ഈ സദാചാര പോലീസിങ് ഒട്ടും നല്ലതല്ല. അത് സ്ത്രീകൾക്കെതിരെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ അവകാശമൊക്കെ ഉണ്ട്. ആരോട് സംസാരിക്കണം, ആരൊപ്പം പോകണം എന്നൊക്കെ പറയാൻ നാട്ടിലെ കുറച്ച് ആങ്ങളമാർ അല്ലേ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആങ്ങളമാരാണ് ഇങ്ങനെയൊക്കെ വരിക. അതുവരെ 100,000 പ്രശ്നങ്ങൾ അവരെ വീട്ടിലുണ്ടാവും. അതിലൊന്നും ഇടപെടാത്ത ആളുകളാണ് ഇങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ ഹാലിളകി വന്ന് ഒരു പാവം പെൺകുട്ടിയെ കൊല്ലുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് എത്തിച്ചത്.